എല്ലാവർക്കും നമസ്കാരം. ITI സർവേയർ കഴിഞ്ഞവർക്ക് വേണ്ടി ഇനി വരാൻ സാധ്യതയുള്ള എക്സാമുകൾക്ക് മുൻകൂട്ടി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി 2025 നവംബർ 1 മുതൽ നമ്മൾ പുതിയൊരു കോഴ്സ് വിൻസെന്ററിന്റെ സിവിലീസി എന്ന് പറയുന്ന പുതിയ ആപ്ലിക്കേഷനിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബിൽ 2 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട്, സർവേയർ ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആദ്യ വീഡിയോ ഇറക്കിയത്. അതിനോടൊപ്പം നൽകിയ ഗൂഗിൾ ഫോമിൽ 132-ലധികം ആളുകളാണ് താല്പര്യം അറിയിച്ചത്. എനിക്കറിയാം താല്പര്യം അറിയിച്ച എല്ലാ ആളുകളൊന്നും കോഴ്സിന് വരില്ല എന്നൊക്കെ നമുക്കറിയാം. അത് സ്വാഭാവികമാണ്. നമ്മൾ അതിന്റെ 4/1 മാത്രമേ പ്രതീക്ഷിക്കാറുള്ളൂ അത്തരം കേസുകളിലൊക്കെ. അങ്ങനെ ഇത്രയധികം ആളുകൾ താല്പര്യം അറിയിച്ചത് കൊണ്ട് രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ ഇറക്കിയിരുന്നു. നമ്മൾ നവംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും ആ കോഴ്സിന്റെ സ്ട്രക്ചർ എന്നൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോയും ചെയ്യുകയുണ്ടായി. നവംബർ 1-നൊക്കെ 10 പേര് 12 പേരൊക്കെയാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അതിലെ ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ഉണ്ടായത്. ഇപ്പോ 75ഓളം പേര് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്ത് മികച്ച രീതിയിൽ പരിശീലനം നേടി വരുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഏറെക്കുറെ പകുതിയിലധികം ആളുകൾ, ഇൻട്രസ്റ്റ് അറിയിച്ചവരിൽ പകുതിയിലധികം ആളുകൾ ജോയിൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോ എന്താണ് ഈ നവംബർ 1 മുതൽ സംഭവിച്ചത്? ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് കിട്ടിയത്? അവരേത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്? എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവരുയർന്നിട്ടുണ്ടോ? അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവരുയർന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു ആകാംക്ഷയുണ്ടാവും അറിയാനായിട്ട്. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് മികച്ച പെർഫോമൻസ് ആണ് ഈ ജോയിൻ ചെയ്ത ആളുകളൊക്കെ തന്നെ നേടിയിരിക്കുന്നത്. അപ്പൊ ഒരു എക്സാം ഒന്നും ഇപ്പൊ ഇല്ല, ഒന്നും വന്നിട്ടില്ല, എപ്പോഴുണ്ടാവുമെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ മുൻകൂട്ടി പഠിക്കാൻ തയ്യാറായി ഡെഡിക്കേഷനോടുകൂടെ വന്നിരിക്കുന്ന 70-ലധികം ആളുകളെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. ജസ്റ്റ് നിങ്ങളിലേക്ക് ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ കോഴ്സ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് മാത്രം. നമ്മുടെ കോഴ്സിന്റെ പേര് സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ആയിട്ടാണ് ഇത് നൽകി വന്നിരുന്നത്. പ്രതിമാസം 1000 രൂപ മാത്രമാണ് ഇതിന്റെ ഫീ. 6 മാസം കൊണ്ട് ഇത് സിലബസ് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രതിമാസം 1000 രൂപ നൽകി ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമാണ്. അതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാനും ഈ കുട്ടികളുടെ കൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. അവരുടെ ഒപ്പം പഠിച്ചു പോകാൻ എനിക്കും ഒരു താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ എന്റെ അക്കൗണ്ടാണ് നിങ്ങളിത് കാണുന്നത്. എന്റെ അക്കൗണ്ടിൽ എന്താണ് സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഓക്കെ, അപ്പൊ ഇത് സർവേയിങ്, ഇതൊരു ബണ്ടിൽ കോഴ്സ് ആയിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരെണ്ണമാണ് സർവേയിങ് ആൻഡ് ലെവലിംഗ്. നമുക്കറിയാം സർവേ മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ ഒപ്പം സിവിലിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ അടുത്തടുത്ത കോഴ്സുകളായിട്ട് ഇതിനകത്ത് വരും. ഓട്ടോകാഡ് പഠിക്കേണ്ടതായിട്ട് വരും, ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് വരും. അപ്പൊ നമ്മൾ ആദ്യത്തെ സർവേയിങ് ആൻഡ് ലെവലിംഗ് ആണ് ഇപ്പൊ തുടങ്ങി വെച്ചത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡേ 1, 1ാമത്തെ ദിവസം. അപ്പൊ 180 ദിവസം കൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കിയാൽ 1ാമത്തെ ഡേയിൽ ആദ്യം കാണുന്നത് ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് പാർട്ട് 1 എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതാകെ 36 മിനിറ്റ് ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. 32 മിനിറ്റ് അല്ലെ, 32 മിനിറ്റോ മറ്റോ ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ അത് അന്ന് ജസ്റ്റ് കാണുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യണം. നല്ലപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നെ വീഡിയോ കാണാനൊന്നും നിൽക്കേണ്ടതില്ല, അതിന്റെ ആവശ്യവും അവർക്ക് ഉണ്ടാവില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുമോ എന്ന് എനിക്ക് അറിയില്ല. സ്ക്രീൻ വലുതാക്കാം. സർവേയിങ് ആൻഡ് ലെവലിംഗ് നമ്മൾ തുടങ്ങുകയായി. ആദ്യ ചാപ്റ്റർ ആണ്. നമുക്കറിയാം ഏതൊരു സബ്ജക്റ്റും തുടങ്ങുക അതിന്റെ ഇൻട്രോ പറഞ്ഞുകൊണ്ടായിരിക്കും. എന്താണ് ഈ സബ്ജക്റ്റ്, എന്തിനാണ് ഈ സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. നമുക്ക് കേവലം ഒരു എക്സാമിന് മാർക്ക് കിട്ടുക, ജോലി, സാധാരണ ബുക്കുകളിലൊക്കെ സർവേ എന്ന് നമ്മൾ പൊതുവെ പറയില്ല. രണ്ടും ഇതിന്റെ ഭാഗമാണ്. എങ്കിലും കോമൺ
ജോലിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തു എന്നിരിക്കട്ടെ. ഒരു ഗ്രൗണ്ടിൽ ചെരിവൊക്കെ ഉണ്ടാവും, സ്ലോപ്പ് ഒക്കെ ഉണ്ടാവും, എന്തോ ആയിക്കോട്ടെ, അതിനൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ റൂമിലാണ് ഇരിക്കുന്നത് എങ്കിൽ നമ്മുടെ സീലിംഗ് ആണ് വരയ്ക്കുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിൽ നമുക്ക് വലുതായിട്ട് കാണുന്നത് ഏതാണ്? അത് പ്ലാൻ ആണ്. അതേസമയം സർവേ എന്ന് നമ്മൾ വിളിക്കുന്നത്, പ്ലെയിൻ സർവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആംഗിളിനെ സംബന്ധിച്ച് അതിന്റെ സം ഓഫ് ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം, 180 സ്ക്വയർ കിലോമീറ്റർ. നാട്ടില് വില്ലേജ് നിന്നും താലൂക്ക് 95.5 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരും അല്ലേ? നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളൂ. വളരെ ഈസി അല്ലേ? ഈ പോയിന്റുകൾ ക്യാച്ച് ചെയ്യുക, നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏകദേശം 30-ലധികം മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അതിലെ കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. കുട്ടികൾ മനോഹരമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് എന്നുള്ളതൊന്നും ഇവിടെ നിന്ന് കൊടുത്തേക്കണം. അപ്പൊ നമ്മുടെ പ്രോഗ്രസ് ഒന്ന് വിലയിരുത്താൻ വേണ്ടി അത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് പാർട്ട് 1 ടെക്സ്റ്റ് ആണ്, അഥവാ നോട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നോട്ട്. ഇത് ഞാൻ വെബ് വേർഷനിലാണ് ചെയ്യുന്നത്. സ്ക്രീൻ നിറഞ്ഞു നിൽക്കും കേട്ടോ. മൊബൈലിലൊക്കെ കാണണമെങ്കിൽ വളരെ രസമാണ്. പ്രത്യേകിച്ച് ഡാർക്ക് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊബൈലിലെ സ്ക്രീനിൽ നോട്ട് ഇങ്ങനെ കറക്റ്റ് ശരിയായ അലൈൻമെന്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഈസി ആയിട്ട് നമുക്ക് റീഡബിൾ ആണ്. അപ്പൊ നോക്കിയ ലെസൺ ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് ദി ആർട്ട് ഓഫ് മെഷർമെന്റ്. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Surveying is the art of determining the relative positions of points on above or below the surface of the earth. ഇതന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ? Key features. It mainly deals with measurements in the horizontal plane. അല്ലെ? സർവേയിങ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. The graphical representation showing horizontal measurement is known as plan or map എന്നാണ് പറയുക. Remember, surveying is done in the horizontal plane. സർവേയിങ് ചെയ്യുക. ലെവലിംഗ് ആണ് വെർട്ടിക്കൽ പ്ലെയിനിൽ ചെയ്യുന്നത്. സർവേയിങ്ങിൽ നമുക്ക് എന്താ കിട്ടുക? ഗിവ്സ് എ പ്ലാൻ ഓർ മാപ്പ്. വളരെ എസൻസ് ആണ് നമ്മൾ ഇതിന്റെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നും വിട്ടുകളയാനില്ല. ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. അടുത്തത് എക്സാമ്പിൾസ്. സർവേയിങ് ഓഫ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ മേക്കിംഗ് ബൗണ്ടറീസ് ഫോർ റോഡ്സ് ഓർ കനാൽസ്. ഇതൊക്കെ സാധാരണ സർവേയിങ് വർക്കിൽ വരുന്നതാണ്. രണ്ടാമത്തെ പാർട്ടാണ് ലെവലിംഗ്. അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കീ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിമെമ്പർ, എന്താണ്? ലെവലിംഗ് ഈസ് ഡൺ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഗിവ്സ് എ സെക്ഷൻ. ലെവലിംഗിലൂടെ നമുക്ക് കിട്ടുക എന്താണ്? ഡ്രോയിങ് ഒരു സെക്ഷൻ ആണ് കിട്ടുക. എക്സാമ്പിൾസ്: ഫൈൻഡിങ് ദി എലിവേഷൻ ഓഫ് എ ഹിൽ. ഒരു ഹില്ലിന്റെ ഉയരം കണ്ടെത്തുക. ഡിറ്റർമിനിങ് ദി ഗ്രേഡിയന്റ് ഫോർ എ റോഡ് ഓർ പൈപ്പ് ലൈൻ. റോഡിന്റെയും പൈപ്പ് ലൈനിന്റെയും സ്ലോപ്പ് കണ്ടെത്തുക. അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. പ്രൈമറി ഒബ്ജക്ട് ഓഫ് സർവേ എന്താണെന്ന് കൊടുത്തിരിക്കുന്നു. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് ഇസ് ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ് ഓഫ് എൻ ഏരിയ ഷോയിങ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ്. ഇനി അതിനെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പ്ലാൻ കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിലാണ്, മാപ്പ് കമ്പാരിറ്റീവ്ലി സ്മാൾ സ്കെയിലാണ്. പ്ലാൻ എവിടെ ഉപയോഗിക്കുക? സ്മാൾ ഏരിയാസ് വിത്ത് ഡീറ്റെയിൽസ്, പ്ലോട്ട്, ക്യാമ്പസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. മാപ്പോ ലാർജ് ഏരിയാസ് വിത്ത് ജനറൽ ഫീച്ചേഴ്സ്, ഡിസ്ട്രിക്ട് മാപ്പ്, സ്റ്റേറ്റ് മാപ്പ്, രാജ്യത്തിന്റെ മാപ്പ്, അങ്ങനെയൊക്കെ. മെമ്മറി ടിപ്പ്: ലാർജ് സ്കെയിൽ ആണെങ്കിൽ സ്മാൾ ഏരിയ ആയിരിക്കും, പ്ലാൻ ആയിരിക്കും. സ്മാൾ സ്കെയിൽ ഉള്ളത് ലാർജ് ഏരിയനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, അത് മാപ്പ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മെമ്മറി ടിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേ, പ്ലെയിൻ സർവേ എന്നും ജിയോഡക്റ്റിക് സർവേ എന്നും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിവിടെ എന്തിൽ കൊടുത്തിരിക്കുകയാണ്? ഒരു ടേബുലർ ഫോമിൽ കൊടുത്തിരിക്കുകയാണ്. അഡീഷണൽ നോട്ട് ആൻഡ് റിയൽ വേൾഡ് ഇൻസൈറ്റ്സ്. അമേരിക്കൻ സർവേഴ്സ് പറയുന്നത് 100 സ്ക്വയർ മൈലിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവർ ജിയോഡക്റ്റിക് സർവേ ഉപയോഗിക്കുന്നത് 260 കിലോമീറ്റർ സ്ക്വയറിന് തുല്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18.2 കിലോമീറ്ററിൽ 10 സെന്റിമീറ്ററിന്റെ വ്യത്യാസം മാത്രമാണ് ജിയോഡക്റ്റിക് സർവേയും പ്ലെയിൻ സർവേയും തമ്മിൽ ഉണ്ടാവുക. ക്വിക്ക് മെമ്മറി ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സ്മാൾ ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ സർവേ ആയിരിക്കും നമ്മൾ ചെയ്യുക. സിമ്പിൾ ജോമെട്രി ആണ്. ലാർജ് ഏരിയ ഒക്കെ നമ്മൾ ചെയ്യുക, പ്രത്യേകിച്ചും 250-260 കിലോമീറ്റർ സ്ക്വയർ കൂടുതലുണ്ടെങ്കിൽ ചെയ്യുക ജിയോഡക്റ്റിക് സർവേ ആണ്, അഥവാ കർവേച്ചർ അതിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. സമ്മറി ടേബിൾ, വീണ്ടും ചുരുക്കി പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ നോട്ടിൽ തന്നിരിക്കുകയാണ്. സിവിലിസി മെമ്മറി എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓർക്കാൻ വേണ്ടി ചില പോയിന്റുകൾ തന്നിട്ടുണ്ട്. സർവേ ദി ലാൻഡ്, അപ്പൊ എന്താണ്? സി ദി പ്ലാൻ, പ്ലാനിലാണ് നമുക്കത് കാണാൻ കഴിയുക. ലെവൽ ദി ഹൈറ്റ്, ഡ്രോ ദി സെക്ഷൻ, സെക്ഷൻ ആണ് അതിലൂടെ നമുക്ക് കിട്ടുക. ഫ്ലാറ്റ് എർത്ത്, പ്ലെയിൻ സർവേ. കർവ്ഡ് എർത്ത്, ജിയോഡക്റ്റിക് സർവേ. ലാർജ് സ്കെയിൽ ആണെങ്കിൽ മോർ ഡീറ്റെയിൽ, അപ്പൊ പ്ലാൻ ആണ്.
സ്മാൾ സ്കെയിൽ ആണെങ്കിൽ കുറച്ച് ഡീറ്റെയിലേ ഉണ്ടാവുള്ളൂ, അത് മാപ്പാണ്. ക്യുക്ക് റീക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും തന്നിരിക്കുകയാണ്. സർവേയിങ് ഹൊറിസോണ്ടൽ മെഷർമെന്റ് ആണ് പ്ലാൻ മാപ്പ്, ലെവലിംഗ് വെർട്ടിക്കൽ മെഷർമെന്റ് ആണ് സെക്ഷൻ, ഒബ്ജക്റ്റ് പ്രിപ്പയർ ആക്യുറേറ്റ് പ്ലാൻ ഓർ മാപ്പ് സർവേയുടെ പ്രൈമറി ഒബ്ജക്റ്റ്, ഡിവിഷൻസ് പ്ലെയിൻ സർവേ, ജിയോഡക്റ്റിക് സർവേ, കീ ഡിഫറൻസ് കർവേച്ചർ ഓഫ് ദി എർത്ത് കൺസിഡേർഡ് ഓൺലി ഇൻ ജിയോഡക്റ്റിക് സർവേ. ഇത്രയുമാണ് ഒരു ദിവസം നമുക്ക് പഠിക്കാനുള്ളൂ. ഈ നോട്ട് തന്നെ സമഗ്രമാണ്, സമ്പൂർണമാണ്, ചുരുക്കമാണ്, അതൊരു എസൻസ് ആണ്, നമുക്ക് ഈസിയായി പഠിച്ചെടുക്കാൻ കഴിയും. റിവിഷൻ ചെയ്യാനൊക്കെ ഈ നോട്ട് വളരെയധികം ഗുണം ചെയ്യും. കഴിഞ്ഞില്ല, മറ്റൊരു ഫീച്ചറും ഞാൻ പുതുതായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഓഡിയോ ലെസൺ ആണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, വെറുതെ കിടക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തലവേദനയുള്ള സമയത്ത് നമുക്ക് ഒരു പക്ഷേ സ്ക്രീനിലേക്ക് നോക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനിടയിൽ നമുക്ക് കേൾക്കാം ഒരു ഓഡിയോ നോട്ട്. ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഈ ശബ്ദം ഇതിനകത്ത് റെക്കോർഡിങ്ങിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് പാർട്ട് 1. നമുക്കറിയാം സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശാലമായ അർത്ഥമുണ്ടല്ലോ. ഭൂമിയിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. അത് പല ഭാഗങ്ങളിലായിട്ടായിരിക്കാം. ഇപ്പോൾ നമ്മളിരിക്കുന്ന മെഷർ ചെയ്യുന്ന ഒരു ആർട്ട് വർക്കാണ് പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് സർവേ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ് എന്ന് ചോദിക്കും. ആൻസർ എഴുതേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ് എന്നാണ്. വീടാണ്. കാരണം ഇത്രയും വലിയ രാജ്യത്തെ ഒരു A4 ഷീറ്റിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഡ്രോയിങ്ങിലേക്ക് മാത്രം വരുമ്പോൾ പ്രൈമറി ഡിവിഷൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നാം കാണുന്ന ഭൂമി പരന്നിട്ടാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്ലെയിൻ സർവേ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭൂമിയുടെ ആ ഷേപ്പ്, ഉരുണ്ടിരിക്കുന്ന ആ ഒരു ഷേപ്പ്, ഒബ്ലിക് സ്പിറോയിഡ് എന്ന് പറയുന്ന ആ ഷേപ്പ്, അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സർവേ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോഡറ്റിക് സർവേ അഥവാ ട്രിഗണോമെട്രിക്കൽ സർവേ. 195.5 കിലോമീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിൽ അത്രയും ഏരിയ, കേവലം 11 മിനിറ്റ് മാത്രമാണ് ഈ ഓഡിയോയുടെ ലെങ്ത്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, പണികൾ എടുക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. ഈ ടോപ്പിക്ക് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഹൃദിസ്ഥമാകും. കഴിഞ്ഞില്ല, ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ക്വിസാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫുൾ മാർക്ക് നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്രാക്ടീസ് ക്വിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ക്വിസ് വന്നു. 1ാമത്തെ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 5 ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണത്തിനകത്തുള്ളൂ. ചെയ്യുകയാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം സഹകരിക്കുക. ദി ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദി റിലേറ്റീവ് ഹൈറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് എന്തായിരിക്കും? ആർട്ട് ഓഫ് ഡിറ്റർമിൻ ദി റിലേറ്റീവ് ഹൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെവലിംഗ് ആകേണ്ടതാണ്. നോക്കാം. ലെവലിംഗ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ശരിയാണ്, ലെവലിംഗ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത ചോദ്യം വന്നിട്ടുണ്ടാവും. അടുത്ത ചോദ്യത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡിഫറൻസ് ഇൻ ലെങ്ത് ബിറ്റ്വീൻ ദി ജിയോഡറ്റിക് ആൻഡ് പ്ലെയിൻ സർവേ ഫോർ മെഷറിംഗ് 18.2 കിലോമീറ്റർ ഈസ് എബൌട്ട്. 18.2 കിലോമീറ്റർ മെഷർ ചെയ്യുമ്പോൾ വ്യത്യാസം എത്രയാണ്? അത് നമുക്ക് ടൈപ്പ് ചെയ്യണം. ഇവിടെ 10 ആണ്. 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്? PSCക്ക് വരുന്നത് കൊണ്ടല്ല. ഈ സംഖ്യകൾ കാര്യങ്ങൾ നമുക്ക് ഹൃദിസ്ഥമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലും ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. സബ്മിറ്റ് ചെയ്യാം. ശരിയാണ്, 10 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ജിയോഡറ്റിക് സർവേ? ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ. ശരിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വർക്ക് ഓഫ് ലാർജർ മാഗ്നിറ്റ്യൂഡ്. ശരിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് സ്പിരിക്കൽ ട്രിഗണോമെട്രി. ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മൾ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ അടുത്ത ചോദ്യത്തിലേക്കും കൂടെ നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? പ്ലാൻ ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫീച്ചേഴ്സ് ഓൺ ലാർജ് സ്കെയിൽ പ്രൊജക്റ്റഡ് ഓൺ പ്ലാനും മാപ്പൊക്കെ എവിടേക്കാണ് പ്രൊജക്ട് ചെയ്യുക? ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ്. നമുക്ക് നോക്കാം. ശരിയാണ് അല്ലെ? അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദി പ്രൈമറി ഒബ്ജക്ട് ഓഫ് സർവേയിങ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ്
എന്താണ്? പ്ലാൻ ഓർ മാപ്പ് ആണ് അല്ലെ? നമുക്ക് കൊടുക്കാം പ്ലാൻ ഓർ മാപ്പ് ആണ്. ഓക്കെ, സബ്മിറ്റ് കൊടുക്കാം. യെസ്. അപ്പോ 5 ചോദ്യം വന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുക നമ്മൾ കൊടുത്ത ഈ 5 ചോദ്യവും അതിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ ഒന്നിച്ച് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ലീഡർ ബോർഡ് ഒന്ന് നോക്കിയേക്കാം. ലീഡർ ബോർഡ് നോക്കുന്നു. ലീഡർ ബോർഡ് നോക്കുമ്പോൾ കണ്ടോ, 5 മാർക്ക് വാങ്ങിച്ച ആൾ ഇവിടെ കാണാം. ഫുൾ ശരിയാക്കിയ മറ്റ് രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്, അഞ്ചാമത്, ആറാമത്. എനിക്ക് 7ാമത്തെ റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. 5, 7 അല്ല 8, 9. ഇത് വെബിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മൊബൈലിൽ ചെയ്യുമ്പോഴും 2 രീതിയിലാണ് അത് കണക്കാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 തവണ വന്നിരിക്കുന്നത്. അങ്ങനെ ലോഡ് മോർ എത്ര പേരാണ് ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ അല്ലെ? പിന്നെ ആദ്യത്തെ തവണ ഓടിച്ചാടി ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് ചിലത് തെറ്റിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് മാർക്ക് ചിലർക്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇത് ചെയ്ത് ഈ ലീഡർ ബോർഡൊക്കെ നമുക്ക് കാണാൻ വളരെ രസകരമാണ്. ആരാണ് ടോപ്പിൽ നിൽക്കുന്നത്, നമ്മുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ മുകളിൽ നോക്കുമ്പോൾ ഗ്രേഡ് കാണാം. എപ്പോഴും നമ്മുടെ ഓവറോൾ ഗ്രേഡ് A ആയിരിക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വ്യൂ മാർക്ക് ഷീറ്റ്. ഇപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്തു, 5 ഫുൾ മാർക്കാണ്, 100% കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പോ നന്നായിട്ടുണ്ട്. ഇതുപോലെ വേണം വരാനായിട്ട്. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ഈ ചാപ്റ്ററിലെ റീടേക്ക് കൊടുക്കണം. അഗൈൻ 5 ക്വസ്റ്റ്യൻ വേറെ വരും. ചിലപ്പോൾ വന്ന ക്വസ്റ്റ്യനും വരും, തെറ്റിയ ക്വസ്റ്റ്യനൊക്കെ വരും. അപ്പൊ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് റീടേക്ക് കൊടുക്കുക. റീടേക്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോ മാർക്ക് കാണിക്കുക ഏതാണെന്നറിയോ? ആവറേജ് മാർക്കാണ് കാണിക്കുക. ആദ്യത്തിന്റെയും ഇതിന്റെയും രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ആയിരിക്കും ഇനി നമ്മുടെ മാർക്ക് ഇവിടെ വരിക. ഓവറോൾ ഗ്രേഡിന് പരിഗണിക്കുന്നിടത്ത് വരിക കേട്ടോ. സെപ്പറേറ്റ് മാർക്ക് ഇതിന്റെ മാത്രം നമുക്കറിയാം. സ്റ്റാർട്ട് കൊടുക്കുക. അടുത്തൊരു 5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അമേരിക്കൻ സർവേയേഴ്സ് പുട്ട് ദി ലിമിറ്റ് ഓഫ് ട്രീറ്റിംഗ് ആസ് പ്ലെയിൻ സർവേ. എത്രയാണ്? 100 സ്ക്വയർ മൈലാണ്. അത് ഇതിനകത്ത് ഇല്ല. പകരം 260 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പൊ അതാണ് ആൻസർ വരിക. 260 കിലോമീറ്റർ സ്ക്വയർ കറക്റ്റ് ആയിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് കൊടുത്തു. ചോദ്യം വന്നിട്ടുണ്ട്. ലെവലിംഗ് ഡീൽസ് വിത്ത് മെഷർമെന്റ്സ് ഇൻ. ഏത് പ്ലെയിനിലാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യണം? അത് കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൊറിസോണ്ടൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാവില്ലേ? ലെവലിംഗ് ആണ് ചോദിച്ചിരുന്നത് അല്ലെ? ഇപ്പൊ തന്നെ തെറ്റിയാണ്, ശ്രദ്ധിക്കാതെ. ലെവലിംഗ് ഡീൽസ് വിത്ത് ദി മെഷർമെന്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലെ, ഇത് തെറ്റിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? വെർട്ടിക്കൽ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതും കൂടെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധ പോകുന്നുണ്ട്. ലെവലിംഗ് ഡീൽസ് വിത്ത് മെഷർമെന്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ശരിയാവും അല്ലെ? എങ്ങനെ തെറ്റാനാ? അത് കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ജിയോഡറ്റിക് സർവേ. ഇത് നേരത്തെയും വന്നിരുന്നു. അത് ചില ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ നന്നായി പഠിക്കാൻ കഴിയും. ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ കറക്റ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വർക്ക് ഓഫ് ലാർജർ മാഗ്നിറ്റ്യൂഡ് കറക്റ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് സ്പിരിക്കൽ ട്രിഗണോമെട്രി കറക്റ്റ് ആണ്. ഓൾ. അപ്പൊ നേരത്തെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഇനി തെറ്റില്ല. ഓൾ ഓഫ് ദി അബവ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു. The difference in the length of an arc and its subtended chord on the earth surface for a distance of 18.2 kilometer 10 centimeter. നമുക്കറിയാവുന്ന ചോദ്യമാണ്. അഗെയിൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് നോക്കിയേ. എ കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിൽ ഡ്രോയിങ്. കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിൽ വരയ്ക്കുന്നത് പ്ലാൻ ആണ്. സ്മാൾ സ്കെയിൽ വരയ്ക്കുന്നത് മാപ്പാണ്. നമുക്കറിയാം. നമ്മൾ കൊടുത്തു. അത് ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നോ? അടുത്ത ക്വസ്റ്റ്യൻ വന്നില്ലേ? 1 മിനിറ്റ്. 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ശരി, അതുകൊണ്ടാണ് 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇവിടെ കാണിച്ചു തരും. നമ്മൾ എഴുതിയ ആൻസർ ഒക്കെ കാണിച്ചു തരും. ഇത് മൊബൈൽ ഫുൾ സ്ക്രീനിൽ കാണാം കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ലെജിബിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ തവണ ചെയ്തതിന്റെ ലീഡർ ബോർഡ് ഒന്ന് നോക്കിയേക്കാം. ലീഡർ ബോർഡ് നോക്കി കുറെ പേരുടെ മാർക്കുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ മാർക്ക് ഇതിനകത്ത് വരുന്നുണ്ടാവും. എന്റെ മാർക്ക് ഇതിനകത്ത് വന്നില്ലേ? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും അല്ലെങ്കിൽ ഞാൻ മൊബൈലിൽ ഇത് ചെയ്തിരുന്നു, അതുകൊണ്ടായിരിക്കോ എന്ന് എനിക്ക് അറിയില്ല. എന്താണ് സംഭവിച്ചത്? ഒരു സെക്കൻഡ്.
കറക്റ്റ് ആയിട്ടുണ്ട്. അത് ഇതിലേക്ക് റിഫ്രഷ് ചെയ്യാത്തത് കൊണ്ട് വരാതിരുന്നതാണ്. ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതിൽ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ സബ്മിഷനിൽ 5 മാർക്ക് വാങ്ങിച്ച ആളുകളൊക്കെ ഇവിടെ കാണാം. 1, 2, 3, 4, 5. ഇപ്പൊ എനിക്ക് മൊബൈലിൽ ചെയ്തപ്പോഴും ഇതിൽ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതാണ് 2 എണ്ണം കാണിച്ചിരിക്കുന്നത്. നവനീത്, അതുപോലെ കുറെ പേരുണ്ട്. അപ്പോ എല്ലാം ശരിയാക്കുന്ന ആളുകളാണ് കൂടുതലും എന്ന് നമുക്ക് കാണേണ്ടി വരും അല്ലെ. തെറ്റിച്ച ആളുകളുണ്ട്, ഒരെണ്ണൊക്കെ തെറ്റിയ ആളുകൾ, അശ്രദ്ധ മൂലം തെറ്റിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും റാങ്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ വീണ്ടും നമ്മുടെ ഓവറോൾ ഗ്രേഡ് എ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തുക. മാർക്ക് ഷീറ്റ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു എക്സാം തന്നെയാണ് നമ്മൾ ചെയ്തത്, 2 തവണ ചെയ്തതിന്റെ ആവറേജ് മാർക്കാണ് ഇവിടെ കാണിക്കുക. നമ്മൾ രണ്ടിലും ഫുള്ള് റെഡി ആയതുകൊണ്ട് 100% എ ഗ്രേഡ് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ 2 തവണ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3ാമത്തെ തവണ ചെയ്യാം. അപ്പൊ ഓരോ തവണ ചെയ്യാനും വെറും 2 മിനിറ്റിൽ താഴെ മാത്രം മതിയാവും. അപ്പൊ അതിന്റെ ഗുണം, നമുക്ക് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നോ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മൾ എന്തും ചെയ്യണം? വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു ടോപ്പിക്കിലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഹൃദിസ്ഥമാവും, പിന്നെ ഒരിക്കലും തെറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം നോക്കുന്നത്. ഒന്നൊരു വീഡിയോ, രണ്ടാമത്തത് അതിന്റെ ടെക്സ്റ്റ് ലെസൺ, മൂന്നാമത്തത് അതിന്റെ ഓഡിയോ ലെസൺ, നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാക്ടീസ് ക്വിസ്. അത് എത്ര തവണ വേണമെങ്കിലും ചെയ്യുക. നമ്മുടെ ലക്ഷ്യം ഈ മുകളിൽ കാണുന്ന ഗ്രേഡ്, ഓവറോൾ ഗ്രേഡ് എ ആയിരിക്കണം. മാർക്ക് ഷീറ്റ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം, ഇനി അടുത്ത എക്സാം ഒക്കെ ചെയ്യുമ്പോൾ വരിവരിയായിട്ട് കാണാം, എല്ലാം 100% എ ഗ്രേഡ് നിന്നും കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞു. 1ാമത്തെ ഡേ കഴിഞ്ഞു. അത് സാറ്റർഡേ ആയിരുന്നു. നമ്മൾ നവംബർ 1 സാറ്റർഡേ ആണ് ആരംഭിച്ചത്. 2ാമത്തെ ദിവസം സൺഡേ ആണ്. സൺഡേ ശരിക്കും നമുക്കില്ല, അന്ന് റിവിഷൻ ഡേ ആണ്. അന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിവിഷൻ എക്സാം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, സൺഡേ റിവിഷൻ എക്സാം എന്ന് പറഞ്ഞ സംഭവം കാണാം. അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റ്, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് പകുതിയോളം പേര് ജോയിൻ ചെയ്തതിലെ പകുതിയോളം പേര് ഫുൾ മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്, ഫുൾ മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അത്ര നീറ്റായിട്ട് അവർക്ക് അത് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ ഹാപ്പി ആയി ഞാൻ മാറിയത്. നന്നായി നീറ്റായി പഠിക്കാൻ. അടുത്ത സൺഡേയില് അതുവരെ എടുത്ത എല്ലാ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പൊ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുട്ടികളെ ഏറെക്കുറെ ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കും എന്ന് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് 3ാമത്തെ ഡേ അഗെയിൻ 2ാമത്തെ പാർട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ 10-20 മിനിറ്റോ 30 മിനിറ്റോ 23 മിനിറ്റേ ഉള്ളൂ ആ വീഡിയോ. അതിനുശേഷം അതിന്റെ നോട്ട് നമുക്കിവിടെ നീറ്റായിട്ട് ഒരു നോട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് വീണ്ടും റെഫർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും ഇതൊക്കെ വളരെ സഹായിക്കും. മെമ്മറി ടിപ്പും കാര്യങ്ങളൊക്കെ ക്യുക്ക് ട്രിക്കൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. സ്പെഷ്യലായിട്ട് സിവിൽ ഈസി മെമ്മറി ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗവും കൂടെ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ക്യുക്ക് റീക്യാപ്പ് ഉണ്ട്, നീറ്റായിട്ടുള്ള ഒരു നോട്ട് നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞൊരു ഓഡിയോ, പതിവ് പോലെ ഞാൻ ഈ ടോപ്പിക്കിന്റെ ഒരു ഓഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അഗെയിൻ പ്രാക്ടീസ് ക്വിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് റീടേക്ക് എടുക്കുക എന്നുള്ളതാണ്. 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ ഏറെക്കുറെ ഫുൾ 5 മാർക്ക് എല്ലാറ്റിലും വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അവർക്ക് ആ ട്രിക്ക് പിടികിട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഡേ 4ലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ 4 സെഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഡേ 5ലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയും 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഡേ 6 ഇന്ന് നിലവിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 6ാം തീയതിയാണ്, രാവിലെയാണ്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്ന് പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മെട്രിക് യൂണിറ്റ്സും സ്കെയിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് ഉള്ളത്. അതിന്റെ നോട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിലത്തെ ക്വിസ് ഒരു അല്പം ടഫാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള കൺവേർഷനും യൂണിറ്റ് കൺവേർഷനും ഒക്കെ ഇട്ടിട്ടുണ്ട്. RFുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ നോട്ടൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ അവർക്ക് മുഴുവൻ മാർക്കും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓഡിയോ ഇട്ടിട്ടുണ്ട്, ക്വിസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഇനി 7ാമത്തെ ദിവസത്തെ വർക്ക് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വേണം 7ാമത്തെ ദിവസത്തെ കണ്ടന്റ് തയ്യാറാക്കാൻ. ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഞാൻ അത് തയ്യാറാക്കുന്നത്. ഒരു ഏകദേശം ഒരു 3-4 മണിക്കൂർ സമയമെടുക്കും അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളായിട്ട് ഞാൻ തന്നെയായിട്ട് ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ചോർന്നു പോകാത്ത തരത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പടിപടിയായി പഠിച്ചു പോവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ സൺഡേ ഇതുവരെ എടുത്ത ഭാഗങ്ങളുടെ എല്ലാം റിവിഷൻ എക്സാമും ഉണ്ടാവും. കുട്ടികൾ വളരെ ഹാപ്പിയാണ്. ഇത് കൂടാതെ നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്.
ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പൊ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഗ്രൂപ്പ്സിനകത്ത് സർവേയർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും. പല കോഴ്സുകളുടെയും അവിടെ സർവേയർ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുട്ടികളുമായിട്ട് സംവദിക്കാൻ പറ്റും. സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങളും ഒക്കെ, അത് വോയിസ് നോട്ട് ആയാലും വീഡിയോ ആയാലും ടെക്സ്റ്റ് ആയാലും ഒക്കെ ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിലൂടെ തന്നെയാണ് നമ്മൾ ഡെയിലി മീറ്റിങ്ങുകൾ നമ്മൾ ചെയ്യുന്നത്. ആ മീറ്റിങ്ങുകൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മീറ്റിങ്ങുകൾ കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന മീറ്റിങ്ങുകളുടെയാണ്. അതുപോലെ ഇന്ന് രാത്രി 8:30 ഒരു ചെറിയൊരു മീറ്റിംഗ് വെക്കും. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും കുട്ടികളെ കിടന്ന് സംസാരിക്കുന്നതിനും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലൈവ് വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് ആണ്. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മൾ ആ മീറ്റിംഗ് ചെയ്യുന്നത്. വളരെ ഉത്സാഹത്തോടു കൂടെയാണ് നമ്മുടെ കുട്ടികൾ ആ മീറ്റിംഗിൽ ലൈവിൽ പങ്കെടുക്കുന്നത്. എന്ത് പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ അത് പരിഹരിക്കുകയും ചെയ്യും. കുട്ടികളെ കാണുക, സംസാരിക്കുക, അവരുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ഈ മീറ്റിങ്ങിലൂടെ ഡെയിലി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് സിവിലീസി സിവിൽ വാർ എന്ന് പറയുന്ന ഒരു ലൈവ് ഇവന്റ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന സിവിലീസി സിവിൽ വാർ ഇതാണ്. ആ കമ്മ്യൂണിറ്റി ഇതിൽ ഡെയിലി നമ്മൾ വൈകിട്ട് 6:20 ഇതിന്റെ മീറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ മീറ്റിംഗ് ഇന്നലത്തെ ആയിരുന്നു, അത് കഴിഞ്ഞു. അതുപോലെ ഇന്നുണ്ടാവും വൈകിട്ട് 6:20 ഒരു ലൈവ് ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോഗ്രാം ഈ സർവേയർ കോച്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അവർ ഈ പഠിച്ചു വരുന്ന ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ എല്ലാവരോടും കൂടെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അതും അവരെ ആവേശപൂർവ്വം ചെയ്ത് കാണുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷവും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ ആരംഭിച്ചു. ഞാൻ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. സർവേയറിന്റെ കോഴ്സ് ഇത് മുൻകൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കമന്റിൽ ഒരാൾ അവതരിപ്പിച്ചത് ഈ നിലവിലുള്ളതിന്റെ നിയമനം പോലും തുടങ്ങിയില്ല എന്നിട്ടാണോ എന്നുള്ള രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. സാധാരണമാണ്, ആർക്കും അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ഏതെങ്കിലും എക്സാം ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അങ്ങനെ വരാൻ വേണ്ടിയുമല്ല, ആഗ്രഹിക്കുന്നുമില്ല. നമ്മൾ ആദ്യം ഇത് പഠിക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. ഭംഗിയായിട്ട് പഠിക്കണമെങ്കിൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ വേണം. നീറ്റായി പഠിച്ചെടുക്കണമെങ്കിൽ, ഏറ്റവും ആദ്യ റാങ്കുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ, ജോലി ഉറപ്പാക്കണമെങ്കിൽ. PSCയുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് പെട്ടെന്നായിരിക്കും എക്സാം വരിക. പണ്ടത്തെ പോലെ 3 വർഷം കഴിയാണെന്ന് അവർ കാത്തു നിൽക്കില്ല. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ റാങ്ക് ലിസ്റ്റ് ഇടുക എന്നുള്ള ശൈലിയാണ് PSC ടെക്നിക്കൽ എക്സാമുകളിലൊക്കെ ശീലിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഏത് എക്സാം വേണമെങ്കിലും വരാം. നമ്മളിത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലെ സർവേ ഗ്രേഡ് 2 മാത്രമായിട്ട് ചെയ്യുന്ന ഒന്നുമല്ല. സർവേയർ പഠിച്ച ആളുകൾക്ക് ഏത് എക്സാം വന്നാലും അവര് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. PSCയുടെ എക്സാം ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം വരിക. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല, പിന്നെ ആകെ വെപ്രാളാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ വളരെ നേരത്തെ പഠിച്ച് റെഡി ആയിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളിത് നേരത്തെ ചെയ്തിരിക്കുന്നത്. അതും നിസ്സാരമായിട്ടുള്ള മാസം 1000 രൂപ എല്ലാവർക്കും സാധിക്കാവുന്ന ഒരു ഫീ ആണ് നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്നത്. ഏതായാലും 132ഓളം പേര് ആദ്യം താല്പര്യം അറിയിച്ചിരുന്നു. ഏകദേശം 75ഓളം പേര് ഇതിനകം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ ദിവസങ്ങളിലും പലരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ ഒരു സ്കീമിൽ പങ്കെടുക്കണം, പഠിക്കണം, എക്സാം വരുന്നതിന് മുമ്പ് നല്ല ഭംഗിയായിട്ട് തയ്യാറാകണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ 5ാമത്തെ 6ാമത്തെ ദിവസമായിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും. Day 1 തൊട്ടുള്ള ദിവസങ്ങളിലെ പഠിച്ചു പോയാൽ മാത്രം മതി. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഒപ്പം എത്തിക്കോളും. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മടിക്കേണ്ടതില്ല, ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള എൻറോൾമെന്റ് ലിങ്ക് വെച്ചേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആകും, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇനി മടിക്കേണ്ട. സർവേയറിന്റെ ഏതൊരു എക്സാം വന്നാലും നമ്മൾ 6 മാസത്തിനുള്ളിൽ ഭംഗിയായിട്ട് റെഡി ആയിരിക്കും. പിന്നെ നമ്മൾ അതിനെ ഭയക്കുകയില്ല. എക്സാം എപ്പോൾ വേണമെങ്കിലും വരട്ടെ എന്നുള്ള ആവേശത്തിൽ നമ്മളെ ഇരുത്തുക. അതിന് നമ്മളെ സഹായിക്കുന്ന സർവേയർ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ജോയിൻ ചെയ്യുന്നു. ഒപ്പം ഇതിനകം തന്നെ കോഴ്സ് എടുത്ത് ഭംഗിയായി പഠിച്ചു തുടങ്ങിയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇനി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.